السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, ഇനി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനുള്ള ബൈഅത്തിന് തുടർന്ന് എന്താണ് സംഭവിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കുമ്പോഴേ ഇതിൽ ഷീഇകളുടെ കള്ളക്കളി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സഖീഫ ബനു സായിദയിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ബയ്യത്ത് ചെയ്തു. അതിൽ സഅദ് ബിൻ ഉബാദ മാത്രമാണ് വിട്ടുനിന്നത്. അദ്ദേഹത്തെ അതിന് നിർബന്ധിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു സന്നദ്ധമായില്ല. പിന്നീടാണ് പള്ളിയിൽ വച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പൊതുജനത്തിൻ്റെ ബയ്യത്ത് നടക്കുന്നത്. അതായത് മൊത്തത്തിൽ മദീനയിലുള്ള ആളുകളുടെ ബയ്യത്ത്, വിശേഷിച്ചും സഖീഫത്ത് ബനി സായിദ, ബനു സായിദയുടെ സഖീഫയിൽ പങ്കെടുത്തിട്ടില്ലാത്ത ആളുകൾ ഈ പൊതു ബയ്യത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന ആളുകളിൽ അലി, അബ്ബാസ്, സുബൈർ, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ഉണ്ട്. ഇതിൽ സഅദ് ബിൻ ഉബാദയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അദ്ദേഹം ബനു സായിദയുടെ സഖീഫയിലും ഉണ്ടായിരുന്നു. അദ്ദേഹം ബയ്യത്ത് ചെയ്യാതെ മാറിപ്പോയതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ നിർബന്ധിച്ചതുമില്ല. പിന്നുള്ളത് അലി, അബ്ബാസ്, സുബൈർ റളിയല്ലാഹു അൻഹു ഇവരാണ്. ഇവർ ബയ്യത്തിന് വരാതെ, പൊതുബയ്യത്തിൽ പങ്കെടുക്കാതെ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ കഴിഞ്ഞുകൂടുകയാണ് ചെയ്തത് എന്നാണ്. ഫഖഅദു ഫി ബൈത്തി അമ്മ അലി വൽ അബ്ബാസ് വ സുബൈർ ഫഖഅദു ഫി ബൈത്തി ഫാത്തിമ. ഫാത്തിമയുടെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു അവർ. ഹൈസു ബഅസ ഇലൈഹിം അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ അടുത്തേക്ക് ആളയച്ചു. അപ്പോൾ ആളയച്ചപ്പോൾ അവർ വന്നില്ല എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുക എന്താണ്? സ്വാഭാവികമായി അവിടെ സംഭവിക്കുക, മൊത്തത്തിൽ എല്ലാവരും ബയ്യത്ത് ചെയ്ത് തിരഞ്ഞെടുത്ത, ബയ്യത്ത് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ബാലറ്റ് പെട്ടിയിലൂടെ ആളുകൾ നേതാവിനെ അല്ലെങ്കിൽ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്ന രീതി അന്നുണ്ടായിരുന്നില്ല. എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ ജനപ്രാതിനിധ്യത്തിൻ്റെ ഏറ്റവും നല്ല മൂർത്തമായിട്ടുള്ള ഒരു രൂപമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ആളുകളൊക്കെ ബയ്യത്ത് ചെയ്തു എന്നുള്ളത്. വിശേഷിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവംഗതനായിട്ടുള്ള ഈ അവസ്ഥയിൽ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൂടിയേ കഴിയും. അതിന് ഏറ്റവും യോഗ്യൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് അവരൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുത്തത്. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയാണ്. ജീവിതത്തിലുടനീളം വിശേഷിച്ചും ഇസ്ലാമിക പ്രബോധന രംഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിൻബലവും സമ്പത്തും, ശാരീരികമായിട്ടുള്ള പിൻബലം മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള പിൻബലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിച്ചപ്പോൾ താങ്കൾക്ക് നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയേക്കും എന്ന് പറഞ്ഞ് നബി അദ്ദേഹത്തെ അവിടെ നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ചാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോണത്. തുടർന്ന് അങ്ങോട്ടുള്ള യുദ്ധത്തിലായാലും സമാധാനത്തിലായാലും ഒക്കെ നബിയെ പൂർണ്ണമായിട്ട് പിന്തുണക്കുകയും ഇസ്ലാമിലെ അടിയുറച്ച വിശ്വാസം നിലനിർത്തുകയും ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് കിട്ടിയിട്ടുള്ളതെന്ന് സഹാബിമാർക്ക് മൊത്തത്തിലറിയാം. അപ്പോൾ ഈ കാരണങ്ങളാലൊക്കെ പിന്നെ ഒരു തീരുമാനം എടുക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ ജാഗ്രത, ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ്
അവർ അദ്ദേഹത്തെ ബയ്യത്ത് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് 2-3 ആളുകൾ മാറി നിൽക്കുന്നു. അലി, അബ്ബാസ്, സുബൈർ, ഫാത്തിമ റളിയല്ലാഹു അൻഹു. അപ്പോൾ അവരെ ബയ്യത്തിന് വേണ്ടി ക്ഷണിച്ചിട്ട് വന്നില്ല. അപ്പോൾ ഇതറിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു സമൂഹത്തിൽ ഭിന്നത ഇല്ലാതിരിക്കാൻ വേണ്ടി അവരെ സമീപിച്ചു. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു ഫാത്തിമയുടെ വീട്ടിൽ ചെന്നു അവരോട് കുറച്ച് കർക്കശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു എന്ന് പറയുന്നത്. ഈ കാർക്കശ്യം എന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള സംഗതിക്ക് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് ഇസ്ലാമിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഒക്കെ താല്പര്യം പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ബയ്യത്ത് ചെയ്യാതെ മാറി നിന്നാൽ അവർ പൊതുവിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമൊന്നും ആവില്ല. പ്രശ്നമുണ്ടാക്കുമല്ലേ, അത് ഭാവിയിൽ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് കുറച്ച് കർക്കശമായിട്ടുള്ള രീതിയിലാണെങ്കിലും സംസാരിച്ച് അവരെ ബയ്യത്തിന് പ്രേരിപ്പിക്കാം എന്നുള്ളതാണ് ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. എന്നാൽ അവരെ മറ്റേതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഉമർ ഉദ്ദേശിച്ചിരുന്നുവോ? അതില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട മൊത്തം റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു വാളൂരിയതായിട്ട് ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ വാള് ഊരിയ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ വാള് ആരാണ് അദ്ദേഹത്തെ അതിൽ നിന്ന് തടഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിടികൂടിയിട്ട് ആ വാള് കൈവശപ്പെടുത്തിയത് എന്ന് മാത്രമല്ല, ആ വാള് കൈവശപ്പെടുത്തിയ ആൾ ആ വാള് ചുമരിൽ അടിച്ചിട്ട് അത് മുറിച്ച് കളഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സംഘട്ടനം ഉണ്ടാവരുത് എന്ന് എല്ലാവരും ഉദ്ദേശിച്ചിട്ടുണ്ട്. സുബൈർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വെട്ടാനും കൊല്ലാനൊന്നും ആയിരിക്കില്ല വാൾ ഊരിയിട്ടുണ്ടാവുക, അതെന്തെങ്കിലും ആവട്ടെ. എന്തായിരുന്നാലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇതിൽ കവിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവോ വല്ലതും ചെയ്തിട്ടുണ്ടോ? അതിനൊരു തെളിവുമില്ല എന്നുള്ളത്. അത് മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹായോട് പറഞ്ഞതെന്താണ്? നിൻ്റെ പിതാവാണ് ഞങ്ങൾക്ക് മറ്റുള്ള എല്ലാവരെക്കാളും, വല്ലാഹി മാ മിൻ അഹദിൻ അഹബ്ബ ഇലൈനാ മിൻ നബീക്ക്, അതിന് ശേഷം വമാ മിൻ അഹദിൻ അഹബ്ബ ഇലൈനാ മിൻ ബഅദ അബീക്ക് മിൻകി, നിൻ്റെ പിതാവിന് ശേഷം നീയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി എന്നുള്ളക്ക് ഞങ്ങൾ ഏറ്റവും മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് നീ. അതുകൊണ്ട് നിൻ്റെ വീട്ടിൽ വച്ച് ഇസ്ലാമിക സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും അവരുടെ ഐക്യത്തിനും വിരുദ്ധമായിട്ടുള്ളൊരു സമീപനം ഉണ്ടാവുന്നത് അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സംഗതിയാണ് എന്ന നിലക്കാണ് ഉമർ റളിയല്ലാഹു അൻഹു അവരോട് സംസാരിക്കുന്നത്. അതിനെ തുടർന്ന് അവർ ഈ ആളുകളോട് പറഞ്ഞതെന്തായിരുന്നു? അവർ പറഞ്ഞത്, നിങ്ങളൊക്കെ ഇവിടുന്ന് പോകണം, എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ യുക്തം പോലെ ചെയ്തു കൊള്ളുക, ഇനി ഈ വിഷയവുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹു പറയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിക്കാം. അതിനുശേഷം അലി റളിയല്ലാഹു അൻഹുവും സുബൈർ റളിയല്ലാഹു അൻഹുവും ഒക്കെ വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ബയ്യത്ത് ചെയ്യുന്നുണ്ട്. ആ ബയ്യത്തിന് ശേഷം അവർ പറയുന്ന അവരുടെ പ്രതികരണം എന്തായിരുന്നു? അവർ പറയുന്നുണ്ട്, താങ്കൾ ഇതിന് യോഗ്യനാണ് എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. താങ്കൾ ഈ സ്ഥാനം അർഹിക്കാൻ തീർച്ചയായിട്ടും യോഗ്യനാണ്. പക്ഷേ ഈ ചർച്ചയിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തി എന്നതാണ് ഞങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി അവസാനിച്ചു എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ പേരിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ വീടിന് തീ കൊടുക്കേണ്ടതുണ്ടോ? തീ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണല്ലോ പിന്നെ മനസ്സിലാവുക. കാരണം സമാധാനപരമായി സംഗതി കലാശിച്ചാൽ പിന്നെ അവിടെ
ബലപ്രയോഗത്തിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള സമീപനം എന്ന് പറഞ്ഞത് അവർക്ക് സംഗതാവിൽ അത് ഉണ്ടായിട്ടുമില്ല. അപ്പോൾ പിന്നെ ഈ പറയുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ചുട്ടുകൊന്നു എന്ന് പറയുന്നതിൻ്റെ പൊരുളെന്താ? ഇതാരാണ് ഉദ്ധരിച്ചിട്ടുള്ളത്? അപ്പോൾ മുസ്തഫ പറയുന്ന ഒരു സംഗതി, സുലൈമു ബിൻ ഖൈസുൽ ഹിലാലി എന്ന് പറയുന്ന കൂഫക്കാരൻ, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല എന്നാണ്, സഹാബിയല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്താണ് അദ്ദേഹം മദീനയിൽ വരുന്നത് എന്നാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോ കണ്ടിട്ടില്ല. ഈ സുലൈം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണെന്ന് പറയുന്നുണ്ട്. ശിഷ്യനാണ് എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരിൽ 2 തരക്കാരുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു തരക്കാർ ഇസ്ലാമിനോട് കറകളഞ്ഞ രീതിയിൽ പ്രതിബദ്ധതയുള്ള അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റി ജീവിക്കുന്ന ആളുകളാണ്. അവരാണ് സഹാബിമാരുടെ കൂട്ടത്തിൽ അലി റളിയല്ലാഹുവിൻ്റെ പക്ഷത്തുള്ള ആളുകൾ, അതുപോലെ താബീകളിലും. എന്നാൽ ഈ സുലൈമിൻ്റെ അവസ്ഥ എന്താണ്? സുലൈമിൻ്റെ അവസ്ഥ, മുസ്തഫ പറയുന്നത് അദ്ദേഹം അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതനാണെന്നാണ്. ഇത് മുസ്തഫയ്ക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് മുസ്തഫയാണ് വ്യക്തമാക്കേണ്ടത്. ഇദ്ദേഹം തനി കള്ളവാദിയും ചരിത്രത്തിലില്ലാത്ത സംഗതികൾ വ്യാജമായിട്ട് നിർമ്മിച്ച് ഉണ്ടാക്കുന്ന ആളുമാണ് എന്ന് പറയുന്നത് സുന്നി പണ്ഡിതന്മാർ മാത്രമല്ല, ഷിയകൾ കൂടി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മുസ്തഫ പറഞ്ഞ ഇദ്ദേഹം സുന്നി പണ്ഡിതനാണ് എന്ന് പറയുന്നതിനൊരു അടിസ്ഥാനമില്ലാന്ന് മാത്രമല്ല, ഒന്നുകിലും മുസ്തഫക്ക് ആ സംഗതി അറിയില്ല, അത് പരിശോധിച്ചിട്ടില്ല, അതല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം അത് മൂടി വെക്കുന്നു. അപ്പോൾ തീർത്തും ഒരു ഷീഇയാണ് അദ്ദേഹം. അതോടൊപ്പം ഷിയാക്കളിൽ തന്നെ വ്യാജ ഹദീസുകളും ചരിത്രങ്ങളും ഒക്കെ കെട്ടിണ്ടാക്കുന്ന ഒരു കള്ളവാദി. അയാളാണ് യഥാർത്ഥത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട് തീ വച്ച് നശിപ്പിച്ചു. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ രീതിയിൽ പൊള്ളലേറ്റിട്ടോ മറ്റോ ഒക്കെയാണ് മരിച്ചിട്ടുള്ളത് എന്ന് ഉള്ള വ്യാജ ചരിത്രം പഠിച്ചുണ്ടാക്കിയിട്ടുള്ളത്. ഈ മനുഷ്യനെ സംബന്ധിച്ചാണ് മുസ്തഫ പറയുന്നത് അദ്ദേഹം സുന്നി പണ്ഡിതനാണ്. യഥാർത്ഥത്തിൽ ഇത് ഷീഇകളിലെ തീവ്രവിഭാഗമായിട്ടുള്ള റാഫിദികൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ചരിത്രമാണ്. വസ്തുതയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ലാന്ന് മാത്രമല്ല, അതുപോലുള്ള ഒരുപാട് തട്ടിപ്പുകൾ അവർ ചരിത്രത്തിൽ നടത്തിയിട്ടുണ്ട്, കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതിന് ചരിത്രം തന്നെയാണ് സാക്ഷി. അപ്പം ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അയാൾ പറഞ്ഞത് എന്താ, തെളിവ് വേണോ, കിതാബുണ്ടോ എന്നല്ല ചോദിച്ചത്. കിതാബ് പിടിച്ചോ, സുലൈം ബിൻ ഖൈസുൽ ഹിലാലിയുടെ കിതാബ്, അതുപോലെ മുസന്നഫ് ബിൻ അബി ഷൈബ. മുസന്നഫ് ബിൻ അബി ഷൈബയിൽ ഈ രീതിയിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിന് തീ വച്ചു, അത് ഉമർ റളിയല്ലാഹു അൻഹുവാണ് അല്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ മുആവിയ എന്ന് പറയുന്ന വല്ല രീതിയുണ്ടോ? അവൻ പരിശോധിക്കേണ്ടതാണ്. ഇനി പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് കാണാൻ വന്നപ്പോൾ ഫാത്തിമ ബിൻത് ഖൈസ് അബൂബക്കർ റളിയല്ലാഹു അൻഹയുടെ ഭാര്യ അങ്ങോട്ട് കയറ്റിയില്ല. അതിന് കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹു അൻഹയുടെ ഭാര്യയോട് പറഞ്ഞിരുന്നു പോലും ആയിഷയെ എൻ്റെ മയ്യത്ത് കാണിക്കരുത്. അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമോ? ഇത്രത്തോളം വിദ്വേഷം നിറഞ്ഞ ഒരു മനസ്സായിരിക്കുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാര മകൾ ഫാത്തിമയുടെ മനസ്സിലുണ്ടാവുക? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയുടെ കാര്യത്തിൽ. അപ്പോൾ എന്ന് മാത്രമല്ല, ഫാത്തിമയും ആയിഷയും തമ്മിലുള്ള മറ്റൊരു സംഭാഷണം ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സ് ഫാത്തിമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്നെയും ഫാത്തിമയെ കൊച്ചാക്കി കാണിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കെട്ടുകഥകൾ എടുത്തിട്ടാണ് മുസ്തഫ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ചുട്ടുകൊന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ ഈ കെട്ടുകഥയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നെ ഇവിടെ ഉദ്ധരിച്ചു വന്നിട്ടുള്ള മുസ്തഫ പറയുന്ന ഈ തെളിവുകളുടെ
പിന്നെ നിജസ്ഥിതിയും അതിൻ്റെ വിശ്വാസ്യതയും ഒക്കെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്.